ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത MLA. 10 വർഷക്കാലമായി ഇവിടുത്തെ MLA കാണാറുണ്ടോ? ഇവിടുത്തെ MLA തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് വാങ്ങിച്ചു പോകുന്നേ ഉള്ളൂ, പിന്നെ അദ്ദേഹത്തെ കാണാറില്ല. ആരോഗ്യപരമായി മരുന്ന് വാങ്ങിക്കാൻ ആശുപത്രിയിലേക്ക് പോകുന്നത് മൂക്കിൽ പഞ്ഞിയും വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥ. സർജറിക്ക് പോയാൽ വയറ്റിൽ കത്രിക കുത്തിക്കെട്ടിവിടും, അല്ലെ പഞ്ഞി കുത്തിക്കെട്ടിവിടും, അല്ലെ ഗോഡ് വെയർ കുത്തിക്കെട്ടിവിടും. അങ്ങനെ ഈ വീഴ്ചകളുടെ ഒരു പരമ്പരയാണ് ആരോഗ്യരംഗത്ത്, എല്ലാ രംഗത്തും. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പതാ ചോദ്യപേപ്പർ കിട്ടാത്ത കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ സമസ്ത മേഖലകൾ സ്തംഭിപ്പിച്ച LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം. അതുപോലെ ഈ നാടിനെ പറഞ്ഞു പറ്റിച്ച BJP ഗവൺമെന്റ്. ഇപ്പൊ പാചകവാദം കിട്ടാൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലായിരുന്നു വീട്ടില് വിറകടുപ്പില് പാചകം ചെയ്തത്. അപ്പൊ അതാ ഇനി ഞങ്ങൾ വിറക് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ വീട്ടമ്മമാരെ എത്തിച്ചിരിക്കുക. അങ്ങനെ ഗ്യാസിനുണ്ടായിരുന്ന സബ്സിഡി പിൻവലിച്ചു, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ഈ രണ്ട് സർക്കാരുകൾക്കും എതിരായുള്ള ജനരോഷം കേരളത്തിലെമ്പാടും എന്നതുപോലെ കൊല്ലത്തുമുണ്ട്. കൊല്ലത്തിന്റെ പ്രത്യേകമായ വികസന മുരടിപ്പും അതുപോലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത MLA. 10 വർഷക്കാലമായി ഇവിടുത്തെ MLA കാണാറുണ്ടോ? ഇവിടുത്തെ MLA തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് വാങ്ങിച്ചു പോകുന്നേ ഉള്ളൂ, പിന്നെ അദ്ദേഹത്തെ കാണാറില്ല. അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ കൊല്ലത്തെ പ്രിയപ്പെട്ടവർ ഒപ്പം ഉണ്ടാകണം.